ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാംഗോ മൊജിറ്റോ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സമ്മർ ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് വേണം. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേരത്തേക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്കിത് സോക്ക് ചെയ്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 2 മാംഗോ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പൾപ്പായിട്ട് ഇങ്ങനെ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 നാരങ്ങയുടെ ജ്യൂസാണ്. അപ്പോൾ പിഴിഞ്ഞെടുത്ത നാരങ്ങാ നീരും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് പൊടിച്ച പഞ്ചസാരയും ചേർക്കാവുന്നതാണ്, പകരം ഹണിയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് പകരം സോഡ വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മൊജിറ്റോ പ്രിപ്പയർ ചെയ്യുമ്പോൾ നാരങ്ങയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടൻ സ്പൂൺ കൊണ്ട് സ്മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനു പകരം നിങ്ങൾക്ക് സോഡയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊജിറ്റോ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഒരു പച്ചമുളക് കീറിയത് ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ ഈ മൊജിറ്റോയുടെ കൂടെ നമുക്ക് മിൻറ്റ് ലീവ്സ്, അതായത് പുതിനയിലയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇനി മാംഗോ മൊജിറ്റോ നമുക്ക് വേറൊരു രീതിയിലും കൂടി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സും സബ്ജ സീഡ്സും ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ റോസ് സിറപ്പും കൂടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള മാംഗോ മൊജിറ്റോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.